ഒരു മനുഷ്യൻ തന്റെ ബോസിനെ ഓഫീസിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. അത്ര ബുദ്ധിയൊന്നും ഇല്ലാത്തതിനാൽ ബോസിന്റെ ദേഹത്ത് നിന്ന് കൊലപാതക ആയുധം അവൻ വലിച്ചൂരുന്നു. അപ്പോഴാണ് അവനത് മനസ്സിലാവുന്നത്. ഞാൻ എന്തിനാണ് ഇത് ചെയ്തത്? എന്റെ വിരലടയാളം ഇതിലെല്ലാമായി. അവൻ സഹായം തേടി വാതിലേക്ക് ഓടുന്നു. എന്നാൽ സഹപ്രവർത്തകർ അവനെ രക്തത്തിൽ കുളിച്ച നിലയിലും കയ്യിൽ കത്തിയും കണ്ടപ്പോൾ ഉടൻ തന്നെ അവനെ കൊലയാളിയായി സംശയിക്കുന്നു. ജാക്കിന് ഒന്നും വിശദീകരിക്കാൻ കഴിയുന്നില്ല. അവൻ ഓടി രക്ഷപ്പെടുന്നു. യഥാർത്ഥ കൊലയാളി ഇപ്പോഴും അകത്തുണ്ടെന്ന് അവൻ അറിയില്ലായിരുന്നു. പോലീസ് സംഘം അതിവേഗം സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തുന്നു. സംശയം ഒഴിവാക്കാൻ ജാക്ക് മൂക്കിൽ നിന്ന് രക്തം വരുന്നത് പോലെ അഭിനയിച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ നടന്നു പോകുന്നു. ആയുധങ്ങൾ കൈവശം വെക്കുന്നത് അപകടമാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. അതിനാൽ അത് ഒഴിവാക്കാൻ അവൻ ഒരു പാലത്തിലേക്ക് പോകുന്നു. തീർച്ചയായും കത്തി നേരെ ചെന്ന് ഒരു പോലീസ് പട്രോൾ ബോട്ടിൽ വീഴുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ മോശമായിരിക്കുന്നു. അവൻ മണിക്കൂറുകളോളം ഒരു ചവട്ടുകുട്ടയിൽ ഒളിച്ചിരുന്നു. ഒടുവിൽ അർദ്ധരാത്രിക്ക് ശേഷം പോലീസ് പോയപ്പോൾ ഒരു $36 ഒരു വാച്ചുമായി അവൻ ഒളിഞ്ഞു മാറുന്നു. അവൻ മെക്സിക്കോയിലേക്ക് ഒരു ബസ് ടിക്കറ്റ് വാങ്ങുന്നു. അതേസമയം യഥാർത്ഥ കൊലയാളി തന്റെ പിടികിട്ട ആ പുള്ളി പോസ്റ്റർ കാണുന്നു. ഒരു ജീപ്പ് മോഷ്ടിച്ച് നഗരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. അവൻ ജനലിലൂടെ നോക്കുന്നു. പരിഭ്രാന്തനാകും. ആ ചെക്കൻ എന്നെ പിന്തുടരുകയാണോ? സത്യത്തിൽ ജാക്ക് തന്റെ പ്രതിബിംബത്തിൽ മുടി ശരിയാക്കുകയായിരുന്നു. ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഡ്രൈവർ അവനെ പുറത്താക്കും. ടിക്കറ്റ് വെച്ചാൽ അവനെ പഠിച്ചതാണെന്ന് മനസ്സിലാക്കും. ജാക്ക് രാത്രി മുഴുവൻ നടക്കുന്നു. ഭാഗ്യം അവനെ തുണയ്ക്കുന്നു. അവൻ ഒരു ഉപേക്ഷിച്ച ജീപ്പ് കണ്ടെത്തുന്നു. അതെ, കൊലയാളിയുടെ വാഹനമായിരുന്നു. അവനൊരു മോട്ടലിലേക്ക് പാഞ്ഞു. മോട്ടൽ ഉടമ വാർത്ത കാണുന്നു. കറുത്ത ജീപ്പിൽ കൊലയാളി രക്ഷപ്പെട്ടു. അയാൾ 911 വിളിക്കുന്നു. മുറിയിൽ തിരിച്ചെത്തിയ ജാക്കും വാർത്ത കാണുന്നു. പോലീസ് ഇത്ര വേഗത്തിൽ തന്നെ എങ്ങനെ തിരിച്ചറിഞ്ഞുവെന്ന് അവന് മനസ്സിലാകുന്നു. അവൻ ജീപ്പ് മോഷ്ടിച്ചു. അതോടെ അവൻ വാർത്തകളിൽ നിന്ന് അടുത്ത മുറിയിൽ യഥാർത്ഥ കൊലയാളിയും ആശയക്കുഴപ്പത്തിലാണ്. അവൻ ആ ജീപ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് ഉപേക്ഷിച്ചതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് അത് മാന്ത്രികമായി ഇപ്പോൾ പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത്? പോലീസ് മോഡൽ വളയുന്നു. ജാക്ക് തന്റെ പിന്നാലെയാണെന്ന് വിചാരിച്ച് ഒരു തോർത്ത് തലയിൽ ചുറ്റിയൊരു ദുർബലമായ വേഷം കിട്ടുന്നു. പക്ഷെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി ഇത് തങ്ങളുടെ ആളല്ലെന്ന്. കൊലയാളി അവിടെയുണ്ട്. ജാക്ക് പെട്ടെന്ന് പോലീസുകാരുടെ പിന്നിലേക്ക് ചൂണ്ടി വിളിച്ചു പറയും, ഞാനല്ല, അവനാണ് എന്ന് പറഞ്ഞ് യഥാർത്ഥ കൊലയാളി പുറത്തിറങ്ങും. ജാക്ക് തന്നെ ഒറ്റിക്കൊടുക്കുകയാണെന്ന് വിചാരിച്ച് അയാൾ വെടിവെക്കാൻ തുടങ്ങും. വെടിയുണ്ടകൾക്കിടയിലൂടെ ജാക്ക് ഓടി രക്ഷപ്പെടുന്നു. ഓരോ വെടിയും തനിക്ക് നേരെയാണെന്ന് അവൻ വിശ്വസിക്കും. എങ്ങനെയാണ് അവർക്ക് പിഴയ്ക്കുന്നതെന്ന് അവൻ ചിന്തിക്കും. ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ വെടിയുണ്ടലെല്ലാം ഒഴിഞ്ഞു മാറുന്നു. ഒരു ചരക്ക് ട്രെയിൻ കടന്നു പോകുമ്പോൾ അവൻ ട്രെയിൻ പാടത്തിലാണ്. കൃത്യമായി സമയം നോക്കി അവൻ ഒരു ബോക്സ് കാറിൽ കയറി. ട്രെയിൻ നീങ്ങുന്ന ദൃശ്യം ജാക്ക് ചാടിക്കയറുന്നു. അതേസമയം വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെട്ട കൊലയാളി അതേ ട്രെയിനിൽ ജാക്കിനെ കണ്ടെത്തുന്നു. വിശന്നു വലഞ്ഞ ജാക്ക് പിന്നീടടച്ച ഭക്ഷണത്തിന്റെ സ്വർണ്ണഖനി പോലെ കണ്ടെയ്നറിൽ നിന്ന് ഭക്ഷണം വാരി വലിച്ചു കഴിക്കുന്നു. 5 വർഷം മുമ്പ് കാലാവധി കഴിഞ്ഞ ഭക്ഷണമാണ് അതെന്ന് അവൻ അറിയില്ലായിരുന്നു. അടുത്ത സ്റ്റോപ്പിൽ ജോലിക്കാർ കമ്പാർട്ട്മെന്റ് തുറന്നപ്പോൾ വായിൽ നുരയും പതയുമായി അവൻ ബോധരഹിതനായി കിടക്കുന്നത് അവർ കണ്ടെത്തുന്നു. ആംബുലൻസ് അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. തീർച്ചയായും കൊലയാളി അവനെ അവിടേക്കും പിന്തുടരുന്നു. ജാക്ക് ഉണർന്നു. ഒളിക്കാൻ വേണ്ടി ഒരു രോഗിയുടെ ഗൗൺ മോഷ്ടിക്കുന്നു. അവൻ രക്ഷപ്പെടാറായപ്പോഴാണ് ഡോക്ടറുടെ വേഷം ധരിച്ച കൊലയാളിയെ കണ്ടുമുട്ടുന്നത്. കൊലയാളി ഒരു സ്കാൽപ്പൽ പുറത്തെടുക്കുന്നു. ജാക്കിന് രക്ഷപ്പെടാൻ വഴികളില്ല. ഇത് അവസാനമായിരിക്കും അവൻ ചിന്തിക്കുന്നു.